ഹായ്, എന്താ പാട്? സുഖല്ലേ? കുറച്ച് തിരക്കായിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താ അറിയോ, സാജിദാന്റെ വീഡിയോ നിങ്ങൾ ഇന്നലെ ഇട്ടത് എന്തിനാണ് റിമൂവ് ചെയ്തത്, എന്താ അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്, പിന്നെ സാജിദ ഇങ്ങനെ കടന്ന് ഭയങ്കര വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ മെസ്സേജ് അയച്ചിരിക്കണു. അവള് വിളിച്ചോട്ടെ, കാരണം എന്താ പറയുക, അവളെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തതാണ്. അതുകൊണ്ട് അവൾ എന്ത് പറയുന്നു നോക്കി നടക്കലല്ല എന്റെ പണി. ഞാനിപ്പോൾ വേറൊരു തിരക്കിലാണ്. പെരിന്തൽമണ്ണ ഒരു ഷോപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ അതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാൻ വന്ന വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സാജിദയും ഞാനും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്കറിയാം, ഞാൻ സാജിദാന്റെ വീട്ടുകാരെ, സാജിദാന്റെ മക്കളെ, സാജിദാന്റെ കൂടപ്പറപ്പിങ്ങളെ ആരെയും ഞാൻ തെറി വിളിച്ചിട്ടോ മോശമായിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടില്ല. പിന്നെ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ചെറിയ കുട്ടികളെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുക എന്നുള്ളത് അത്ര ഒരു രസമല്ലാത്ത പരിപാടി എന്ന് ഞാൻ ആ വീഡിയോ ഇട്ടതിന് ശേഷം എന്നോട് കുറെ ആളുകൾ പറഞ്ഞു. പൊതുവെ അവളുടെ വീഡിയോ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറികടന്നിട്ടും ഞാൻ ഒരു എക്സ്പ്ലെയിൻ കൊടുത്തത് പിന്നെ കുറച്ച് ഫണ്ണി രൂപത്തിലായി. അപ്പൊ അതിനകത്ത് ഈ കുട്ടികളെ കുറിച്ച് പറയുന്ന റീസണും ഉണ്ടായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് ഒഴിവാക്കി. പിന്നെ ഈ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, സാജിദ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് വന്നിട്ട് എന്നോട് ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യുക, ഒന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞപ്പോൾ മുന്നും പിന്നും നോക്കാണ്ട് അത് ഞാൻ ഒഴിവാക്കിയതാ. അത് ഒരു വീഡിയോ അല്ല, 10-30 വീഡിയോ ഞാൻ ഒഴിവാക്കിയതാ. അല്ലെ, ഞാനത് പ്രൈവറ്റാണ് ആക്കി വെച്ചിരുന്നത്. ഈ സാജിദ രണ്ടാമത് യുദ്ധത്തിന് ഇറങ്ങിയത് എന്തിനാ അറിയോ, ഞാൻ ഇതൊക്കെ ഒഴിവാക്കിക്കണു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇനി ഇതന്നെ അപ്ലോഡ് ചെയ്യൂലല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഓള് യുദ്ധത്തിന് ഇറങ്ങിയത്. പക്ഷേ പിന്നെയാണ് ഓൾക്ക് മനസ്സിലായത് ഇത് ഫുള്ള് പ്രൈവറ്റ് ആയിരുന്നു, പിന്നെ ഡിലീറ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതല്ല വിഷയം. അപ്പൊ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് പിന്നെ നീക്കം ചെയ്തിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ, ഇന്നതിന്റെ പേരിൽ ആരും വിളിച്ചിട്ടില്ല, എനിക്കിതിന്റെ പേരിൽ ഒരു കേസും ഇല്ല. അങ്ങനെ ആരെങ്കിലും കേസ് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. അവർ പറയുന്നതിനൊന്നും മറുപടി പറയല്ല. ഞാൻ എന്റേതായ കാര്യങ്ങളും കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, സാജിദാനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയം ഇനി ഞാനല്ല പറയാ. അതായത് ഇനി അങ്ങനെ പറയേണ്ടി വന്നാൽ അത് അവളുടെ ചോരകൾ തന്നെ പറയും, അല്ലാണ്ട് ഞാനായിട്ടൊന്നും ഇനി പറയില്ല. ഞാൻ ഇതിന്റെ പുറകെ നടക്കാനും താല്പര്യപ്പെടുന്നില്ല. ഒന്നാമത് ഞാനത് വിഷയം ക്ലോസ് ചെയ്തതാ. പിന്നെ സത്യമാണോ നുണയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓള് വരുന്നതിനൊന്നും നമുക്ക് നിന്ന് കൊടുക്കാൻ ടൈമില്ല. ഇത് കഴിഞ്ഞ വിഷയം ആവും കൊണ്ട്. പിന്നെ ഫാത്തിയുടെ മൂത്ത പെങ്ങൾ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ. എന്നിട്ട് പറഞ്ഞു, എടാ ഷെരീഫേ, ഞാൻ നിന്നോട് ഒരു കാര്യം സംസാരിക്കാൻ വിളിച്ച, വേറൊന്നുമല്ല, അതായത് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഇതിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. നിന്നോട് ആരെന്താ പറഞ്ഞതെന്ന് അറിയില്ല. ഞാൻ 2 പെൺകുട്ടികളായിട്ട് ജീവിക്കുന്നതാ. എനിക്ക് ഈ ഫാത്തിനെയും കൊണ്ട് ഒരു ഉപകാരമൊന്നും വരണ്ടായിട്ടില്ല. ഞാൻ അവന്റെ വീഡിയോ കാണാറുമില്ല. ഞാൻ ആ വീടും അവരെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് ഞാൻ ഡിവേഴ്സാണ്, അത് നിയമപരമായിട്ട് തന്നെ ഞാൻ ഡിവേഴ്സ് അയക്കണത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് 2 പെൺകുട്ടികളാണ് എനിക്ക്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മാറി താമസിക്കുകയാണ്. അവരുടെ ഭാവി എനിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പറഞ്ഞു അറിയാം അവരോട്, ശരി, കാരണം എത്രയായാലും ഞാനും ഫാത്തിയല്ലേ പ്രശ്നം. അവൻ എൻ്റെ പെങ്ങന്മാരോട് പെരുമാറിയ മാതിരി എനിക്ക് അവൻ്റെ പെങ്ങന്മാരോട് പെരുമാറാൻ പറ്റൂലല്ലോ. അത് അവർ തമ്മിൽ ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സ്ത്രീയല്ലേ എന്നുള്ളൊരു പരിഗണനയ്ക്ക് ഞാൻ പറഞ്ഞു, പെങ്ങളെ, എൻ്റെ പെങ്ങളോട് നിന്റെ ആങ്ങളെ പെരുമാറിയ മാതിരി എന്തായാലും ഞാൻ പെരുമാറൂല. നിങ്ങൾക്ക് അതിന്റെ പേരിൽ എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ മാറ്റി പറയാം. കാരണം എന്നോട് വിളിച്ച അവർ ഡീസന്റിലാണ് സംസാരിച്ചത്. ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി ചെയ്തോ, കുഴപ്പമില്ല, കാരണം ആരും കേൾക്കാൻ പറ്റാത്ത ഒന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് ചെയ്തോ എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇനി നമ്മളായിട്ട് അവർക്കൊന്നൊരു എന്താ പറയാ ബുദ്ധിമുട്ടോ ഇടങ്ങേറോ ഉണ്ടാക്കണ്ട. കാരണം ഇവന്റെ പേരിൽ അവറ്റെന്ത് പഴച്ചു. ഞാൻ പിന്നെ അങ്ങനെ ചിന്തിച്ചു. എനിക്ക് എങ്ങനെ അറിയോ, എന്തെങ്കിലും പറഞ്ഞ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണത്. പ്രത്യേകിച്ച് ഈ ഉമ്മാനെ പെങ്ങളെ അങ്ങനെയൊക്കെ പറയുന്നതിന് എനിക്ക് മക്കളെയൊക്കെ ഭയങ്കര ഇടങ്ങാറാ. അത് അപ്പോ എന്തിന്റെ പേര് ഞാൻ മാക്സിമം അങ്ങനത്തെ പറയാതെ നോക്കുന്ന ആളാണ്. പിന്നെ എന്റെ ചാനലിൽ ഇന്ന് വരെ ഞാൻ ഒരാളെയും ഞാൻ തെറി വിളിച്ചിട്ട് ഞാൻ മെസ്സേജ് ഇത് വിട്ടിട്ടില്ല. എങ്ങനെ ഇതിന്റെ ഈ സാജിദയുടെ ആയിക്കോട്ടെ ഫാത്തില ആയിക്കോട്ടെ, അതായത് കുട്ടികളോ കുടുംബമോ ഇരുന്നിട്ട് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത ഒരു മോശം വാക്കും ഞാൻ ഉപയോഗിക്കലില്ല. കാരണം എൻ്റെ മക്കളും എൻ്റെ ഫാമിലി ഒക്കെ എൻ്റെ വീഡിയോസ്, എൻ്റെ കുടുംബങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരാ. അപ്പൊ അവർക്കിടയിൽ ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു എന്താ പറയാ വാക്ക് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഈ ഫാത്തിയുടെ മൂത്ത പെങ്ങൾ എന്നെ വിളിച്ചിങ്ങനെ അവരുടെ സങ്കടം പറഞ്ഞു. അപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും
നിങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് ഈ പബ്ലിക്കായിട്ട് തന്നെ സോറി പറയുന്നു. അതിന് എനിക്കൊരു മടിയുമില്ല. കാരണം ഇപ്പോഴും നിങ്ങൾക്കും എനിക്കും ഉറപ്പാണ്, നിങ്ങൾ എന്നോട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അതല്ലെങ്കിൽ നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല, ഞാൻ നിങ്ങളോടും മോശമായി പെരുമാറിയിട്ടില്ല. നിങ്ങളെ ഒരു റിക്വസ്റ്റ്, 2 പെൺകുട്ടികളാണ് എനിക്ക്, ഞാൻ അവരുടെ ലൈഫ് കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയ ഒരു പെണ്ണാണ്. എന്നെ ഇതിക്ക് വലിച്ചയക്കരുത്. ഞാൻ ആ ഫാമിലി ആയിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഫാത്തി ആയിട്ടോ ഒരു ബന്ധമല്ല, അവനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നിങ്ങളോട് സോറി പറഞ്ഞേ പറ്റുള്ളൂ. അത് എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയിട്ട്. രണ്ടാമത്തത്, ഈ ഫാത്തിയുടെ അനിയത്തി എന്നെ വിളിച്ചിരുന്നു. അനിയത്തി വിളിച്ചിട്ട് ഈ അനിയത്തി ഇത് എൻ്റെ ഈ വീഡിയോയുടെ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കൂട്ടത്തിൽ അവൾ പറഞ്ഞു, നീ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഷെരീഫെ, 100% ശരി തന്നെയാണെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഒരിക്കലും ഇടപെടാൻ താല്പര്യമില്ല. ഇപ്പൊ ഫാത്തി തന്നെ ഇടക്കും തിരക്കും പറയുന്നൊരു വിഷയമുണ്ട്, എന്ത് സുമിനെ കൂട്ടുപിടിച്ചിട്ട് ഷെരീഫോനെ തോൽപ്പിക്കാം ഇന്നതായിക്കെന്ന്. എനിക്കെന്താ നിങ്ങളെ കെട്ടിയാലും തീർത്താലും തല്ലിയാലും കൊല്ലിയാലും എനിക്കെന്തായില്ല, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു നേട്ടമല്ല. ഞാൻ നിന്റെ നേരക്ക് ഈ ഫാത്തിയുടെ നേരക്ക് വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ഇങ്ങനെ നിൽക്കുന്ന, അതായത് സ്വന്തം ഉമ്മാനോട് പോലും ഒരു കരുണ കാണിക്കാതെ ഇങ്ങനെ കാണിച്ച സാജിദാക്കെതിരെ ആയിരക്കണക്കിന് യൂട്യൂബേഴ്സുകൾ റിയാക്ഷൻ വീഡിയോ പ്രതികരണവുമായിട്ട് വന്ന സമയത്ത് ഞാനും വന്നു. ആ സമയത്ത് സാജിദ എനിക്ക് മാത്രമാണ് മറുപടി തന്നത്. അതിന് മെയിൻ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സാജിദയുടെ കാര്യങ്ങളിൽ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞേക്കണു എന്നുള്ളത് എനിക്കും എന്നെ കേട്ടവർക്കും നല്ല ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താ ഏതാന്നറിയാതെ നീ സാജിദാനെ സംരക്ഷിക്കാൻ വന്നു. എങ്ങനെ? നീ എങ്ങനത്തെ സ്റ്റേജിലാണ് നിന്നും കൊണ്ടാണ് ഈ സാജിദാനെ സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കാനും വന്ന് എന്നുള്ളത് മറ്റുള്ളവരെ തെളിയിക്കുക എന്നുള്ളത് പിന്നെ എൻ്റെ ബാധ്യതയായി. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിൽ മാത്രമല്ല, അതിലുപരി ഞാൻ ഇവൻ്റെ പെങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ കുടുംബകാര്യം നന്നാക്കലല്ല എനിക്ക് പരിപാടി. ഞാൻ എൻ്റെ ഒരു പെങ്ങളെ പോലെ പറയാണ്, ഫാത്തിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കത് വോയിസ് ആയിട്ട് പോലും വേണ്ട, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പോലും വേണ്ട, നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ കാര്യം പറയാം. എൻ്റെ പെങ്ങന്മാരെയും ഉമ്മാനെയും കുറിച്ച് ഫാത്തി അത്രയും മോശമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്, അല്ലേ? അത് നിങ്ങളൊക്കെ കേട്ടതാണ്. അപ്പോൾ അവൻ്റെ ചോരകൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറയാണ്, നീ ഷെരീഫ ഈ പറഞ്ഞത് ശരിയാണെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഇതിലും വലിയ അംഗീകാരം ആർതാ വേണ്ടു? ഏത് കമന്റോളിയാണ് പിന്നെ ഇതിക്കും വലിയ എന്താ പറയുക മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇടപെട്ടു എന്ന് പറയുമ്പോൾ അവൻ്റെ ചോരകളാ പറയുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താ അറിയോ, എനിക്ക് നിങ്ങളുടെ ഒരു അംഗീകാരവും വേണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ പറയണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ഫേസ് കാണിച്ച് വീഡിയോ ആക്കി വിടുക. മറ്റേത് വേറെ ആരെക്കൊണ്ടെങ്കിലും ഫാത്തി പറയണേ, അത് എൻ്റെ പെങ്ങളും നല്ലത് വേറെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ ഉത്തരമില്ലല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് ഇവരെ ഫാമിലി പ്രോബ്ലം ആയിട്ട് മുന്നോട്ട് പോകാനല്ല താല്പര്യം. പക്ഷേ ഈ ഫാത്തിക്ക് ഇന്നെത്ര പേടി എന്താണ് അറിയോ, ഈ സാജിദാക്ക് ഇന്നെത്ര പേടി എന്താ അറിയോ, ഞാൻ കളിക്കുന്നത് മറ്റ് യൂട്യൂബേഴ്സിന്റെ മാതിരിയല്ല. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്ക് ഉത്തരമല്ല, അതിന് ഉത്തരമാണ് ഇവരുടെ തെറി മാത്രം. നിങ്ങൾ അതൊന്ന് വിലയിരുത്തിയാൽ മതി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഇവർ ഈ കുഞ്ഞു മക്കളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവരെ സംരക്ഷിക്കുന്ന സമയത്തും ഇവരുടെ പേരിൽ നീറി മാനം കെട്ടി ജീവിക്കുന്ന ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് കാണണങ്ങൾ. അവിടെ ആളുകളുണ്ട് ഇവരുടെ പേരിൽ ഇങ്ങനെ നീറി മാനം കെട്ടി ജീവിക്കുന്നത്. അങ്ങനത്തെവർക്ക് ആരും ഇല്ലാതെ ആവുമ്പോൾ അങ്ങനത്തെവരെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? പക്ഷെ ഞാൻ എന്തായാലും അവരെ സഹായിക്കാൻ ഇറങ്ങുക എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വിഷയ. അപ്പൊ എന്നോട് പറഞ്ഞു അവന്റെ പെങ്ങളി ഞാൻ വിട്ടുതരാം, വീഡിയോ തന്നെ വിടാം, അതിനൊന്നും എനിക്ക് മടിയില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ ഷെരീഫ് പറയുന്ന കാര്യങ്ങളിൽ 100% സത്യമുണ്ട് എന്നുള്ളത് അവന്റെ ചോരയായ എനിക്ക് എന്തായാലും ബോധ്യമാണ്. അപ്പോൾ ഞാനത് തരാം എന്ന് അവന്റെ സ്വന്തം പെങ്ങൾ പറയുമ്പോൾ അവിടെ പിന്നെ ഏത് കമന്റോളിക്കാണ് ഞാൻ പിന്നെ മറുപടി കൊടുക്കേണ്ടത്? നിങ്ങൾ പറയും. അവന്റെ വൈഫ് എന്നൊരു വീഡിയോ ഇട്ടിക്കണു, കണ്ടിരുന്നു നിങ്ങളെ? അതായത് അവൾ ഇന്നലെ ഫാത്തിട്ട വീഡിയോക്ക് എതിരായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് അത് അവരെങ്ങനെയെച്ച് കൈകാര്യം ചെയ്തോട്ടെ. എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം ഫാത്തിനായിട്ടുള്ളത് അവൻ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ ഉമ്മാനി പെങ്ങൾ ഇത്ര തെറി പറഞ്ഞു എന്ന് അവൻ വിചാരിക്കുന്ന എല്ലാ കാലവും അവൻ അവിടെ നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫാത്തിയുടെ കാര്യത്തിൽ ഞാൻ അവൻ്റെ പെങ്ങന്മാരെ ഇടപെടുത്തി. എങ്ങനെ? അവരുടെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. പക്ഷേ
പിന്നീട് അത് ഇപ്പം എൻ്റെ വൈഫായാലും ഉമ്മയായാലും ഒക്കെ ഈ എന്താ ഫാത്തി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ ചെയ്തോ ചെയ്തില്ലേ, എന്തായാലും അവരെ കുറിച്ച് ഈ ഒന്നും പറയണ്ട, പറയുന്നവർ പറഞ്ഞോട്ടെ. ഈ അവനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അത് പറഞ്ഞോ, അല്ലാണ്ട് വീട്ടുകാരെ, പെങ്ങളെ, മക്കളെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളത് പറഞ്ഞു. അപ്പം എനിക്കത് ശരിയാണ് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്ന് സോറിയും പറഞ്ഞത്. അല്ലാതെ ഇനിയിപ്പോൾ ഇത് പട്ടാളം വിളിച്ചു, അതേമാതിരി ഇന്ത്യൻ ആർമി വിളിച്ചു, അതേമാതിരി എന്താ പറയുക ഇവിടുന്ന് കമ്മീഷണർ വിളിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ പറയുള്ളൂ. ആരും വിളിച്ചിട്ടുമില്ല. ഇതൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നുള്ള എൻ്റെ ഒരു മനുഷ്യത്വം കൊണ്ട് മാത്രം പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ്. അപ്പോൾ ഈ സാജിദയുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ടും അവളുടെ ആളുകൾ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് പറയുകയാണെങ്കിലും അത് ഈ സാജിദയുടെ ആളുകൾ തന്നെ പറയും. അതായത് അവരുടെ ചോര തന്നെ സാജിദാനെ കുറിച്ച് പറയാന്നല്ലാണ്ട് ഷെരീഫിനി പറയില്ല. മനസ്സിലായോ? ആ വാക്ക് ആ ഉറപ്പ് ഞാൻ തരാം. അവൾ എന്തോ പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമില്ല. അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല. ഇനി അവർക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ സാജിദയുടെ ഉമ്മാക്കോ അനിയത്തിക്കോ അല്ലെങ്കിൽ ബ്രദറിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വീഡിയോ സഹിതം എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് അവർക്ക് പറയാനുള്ള അവസരം ഞാൻ കൊടുക്കും. അല്ലാണ്ട് സാജിദയുടെ പുറകെ ഇനി ഷെരീഫ് പോകൂല. കാരണം ഞാൻ പറയേണ്ടത് പറഞ്ഞു, തെളിയിക്കേണ്ടത് തെളിയിച്ചു, എല്ലാം ചെയ്ത് ഞാനിത് ക്ലോസ് ചെയ്ത ഒരു വിഷയമാണ്. അതിൻ്റെ പുറകെ എനിക്ക് ഇനി പോകാൻ താല്പര്യമില്ല. ഇനി ഓള് പോകുകയാണെങ്കിൽ ഓളാണ് പോയിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ ഒരേ വിഷയം കേൾക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പ് വരും, കുറേ കേൾക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പ് വരും. അപ്പോൾ അത് ഓൾക്ക് തന്നെയാണ് തിരിയും. ഇപ്പോൾ ഓളന്നെ ഓളെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും 10 or 20 കൊടുക്കുന്നത് പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ഇങ്ങനെ തെറി പറ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് നമ്മളെ നാട്ടിൽ നടക്കുന്നത്. അത് ഞാൻ ഇപ്പം പറയുന്നൊന്നുമില്ല, അതൊക്കെ വഴി ഞങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ അതല്ല നമ്മളെ വിഷയം. ഞാൻ ഇപ്പം വന്ന് പറഞ്ഞത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ ഇതാണ്. ഫാത്തിയുടെ പെങ്ങള് എനിക്ക് ഒരു വീഡിയോ വിട്ടുതന്നിട്ടുണ്ട്. ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനതൊന്നും കൂടി ആലോചിച്ചിട്ട് അവൾക്ക് എന്താ പറയാനുള്ള വെച്ചെങ്കിൽ ഞാനത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അത് നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുച്ചെങ്കിൽ മനസ്സിലായിക്കോ, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെൻസിലെടുത്തോ. അതും പറയുന്നത് വേറെ ആരുമല്ല, അവൻ്റെ സ്വന്തം പെങ്ങൾ വീഡിയോ സഹിതമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബൈ.